ആരാണോ കേരളം ഭരിക്കുന്നത് അതേ മുന്നണിക്ക് വിരുദ്ധമായിട്ട് തെരഞ്ഞെടുപ്പ് വിജയിക്കൂ. കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ CPM ആയിരിക്കും, LDF ആയിരിക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക. LDF ആണ് ഭരിക്കുന്നതെങ്കിൽ കോൺഗ്രസ് UDF ആയിരിക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക. അതായിരുന്നു ചരിത്രം. പക്ഷേ 2020 ഡിസംബർ മാസം 16-ന് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അങ്ങക്കറിയാലോ, 6 കോർപ്പറേഷനിൽ 5ഉം LDF, 14 ജില്ലാ പഞ്ചായത്തിൽ 12 LDF, 946 ഗ്രാമപഞ്ചായത്തിൽ 601 ഗ്രാമപഞ്ചായത്ത് LDF, ബ്ലോക്ക് മുനിസിപ്പാലിറ്റി ആധികാരികമായിട്ടുള്ള വിജയ LDF. 5 തലത്തിലേക്കും LDF വിജയിക്കാൻ എന്താ കാരണം? നിങ്ങൾ ഈ ഗ്രൗണ്ട് റിയാലിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞങ്ങ് പോയി. ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലായി. ചരിത്രം സൃഷ്ടിക്കുന്ന LDF ആണ്. അതുകൊണ്ട് ചരിത്രം അവർ ആദ്യം തിരുത്തി എഴുതി 2020 ഡിസംബർ 16-ന്. പിന്നെ രണ്ടാമത് അവർ ചരിത്രം തിരുത്തി എഴുതി 2021 ഏപ്രിൽ മാസത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ച LDFന് കൊടുത്തു. ഞങ്ങൾ ജീവിക്കുന്നത് ജനങ്ങൾക്കിടയിലാണ്. അവർക്ക് കൊടുത്ത ഓരോ വാഗ്ദാനങ്ങളും ഞങ്ങൾ നിർവഹിച്ച് അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്, അവരുടെ കണ്ണീരൊപ്പുകയാണ്.